ശിവദാസ് വിത ഫാത്തിമയുടെ വീട്ടിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ റിത ഫാത്തിമയുടെ വീട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് റിത ഫാത്തിമയുടെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചത്. ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. സ്വന്തമായി ഒരു വീട് ഇല്ല. ഇപ്പോൾ ഈ ഒരു മൃതദേഹം പൊതുദർശനം നടത്തുന്നത് സമീപത്തുള്ള ഒരു വീട്ടിലാണ്. ഇവിടേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ മുതൽ തന്നെ ബന്ധുക്കളടക്കം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. നിരവധി ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ്. കാരണം അടുത്ത ബന്ധുക്കളും അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ ഒരു വിടവാങ്ങൽ. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വേർപാട് ബന്ധുക്കൾക്കും ഈ നാട്ടുകാർക്കും ആർക്കും ഉൾക്കൊള്ളാനോ അത് താങ്ങാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. അത്തരത്തിലുള്ള നൊമ്പരപ്പെടുത്തുന്ന സങ്കട കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് ഉണ്ടായ ഈ ദാരുണമായ അപകടം അപ്രതീക്ഷിതമായി ഒരു നാടിനെ പൂർണ്ണമായും തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ ഇവിടെ അപകടങ്ങൾ നടക്കുന്നുണ്ട്. പല രീതിയിലും ചെറുതും വലുതുമായ അപകടങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടും കണ്ണു തുറക്കാത്ത അധികാരികൾ, അതിനെതിരെ പ്രതിഷേധമെല്ലാം തന്നെ ഉയർന്നിരുന്നു. അതിന്റെ ഒടുവിലത്തെ ഒരു സങ്കട കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ കല്ലടിക്കോട് നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പനയമ്പാടം എന്ന പ്രദേശത്ത് സമീപത്ത് അടുത്തടുത്ത വീടുകളിലായി താമസിക്കുന്ന, ഒരുമിച്ച് പതിവായി സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇന്നലെയും രാവിലെ അവർ സ്കൂളിൽ പോയി വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഇത്തരത്തിൽ ഒരു ദാരുണമായ അപകടം ഉണ്ടായി. ഇന്ന് അവരുടെ ചേതനയേറ്റ ശരീരം, ഇന്നലെ സ്കൂളിലേക്ക് ഒരുമിച്ച് പോയ കുട്ടികൾ ഇന്ന് അവർ തിരിച്ചു വരുന്നു. ഒരുമിച്ച് ചേതനയേറ്റ ശരീരവുമായാണ് അവർ തിരിച്ചു വരുന്നത്. ഒരു നാടിന് താങ്ങാവുന്നതിനും അപ്പുറമുള്ള സങ്കടകരമായ ഒരു കാഴ്ച, ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കേരളം കരയിൽ ആകെ തന്നെ നൊമ്പരപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു കാഴ്ച. നമുക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് പോലും അത് താങ്ങാൻ കഴിയുന്ന അത്ര ദുഃഖകരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. ബന്ധുക്കൾ ഓരോരുത്തരും വരുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിടവാങ്ങൽ തന്നെയാണ് ഈ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. 4 കുട്ടികളാണ്, 4 കുരുന്നുകളാണ്. ഒരുപാട് സ്വപ്നവും പ്രതീക്ഷകളുമെല്ലാം പങ്കുവെച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥിനികളാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒരുമിച്ച് കളിച്ച് ചിരിച്ചു വളർന്ന അവർ ഇതിന് തൊട്ടു മുൻപ് സമീപത്ത് തന്നെയുള്ള കരിമ്പ UP സ്കൂളിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ വർഷമാണ് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറിയത്. ഇവിടെ ഒരു വർഷമാകുന്നേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനികൾ. ഇവർ 2 വഴികളുണ്ട് ഇവർക്ക് സ്കൂളിലേക്ക് എത്താൻ. സാധാരണ ഒരു ഊട് വഴിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രധാന റോഡ് വഴിയും അതുവഴിയും സ്കൂളിലേക്ക് നടന്നു പോകാം. ഏകദേശം ഇവരുടെ വീട്ടിൽ നിന്നും 20 മിനിറ്റോളം വേണം ഈ മെയിൻ റോഡ് വഴി നടന്നു പോകാൻ. പതിവായി ഇവർ ഈ ഒരു ഊട് വഴിയിലൂടെയാണ് നടന്നു പോകാറുള്ളത്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായി ഇവർ ഈ മെയിൻ റോഡ് വഴിയാണ്, പ്രധാന റോഡ് വഴിയാണ് പോയതെന്നാണ് ഈ സമീപ അയൽവാസികളെല്ലാം തന്നെ പറയുന്നത്. സാധാരണ 8 കുട്ടികൾ, ഒരു അടുത്തടുത്ത കൂട്ടുകാരികളായ 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ 8 കുട്ടികളിൽ മറ്റുള്ള കുട്ടികൾ, മറ്റ് 3 കുട്ടികൾ മറ്റൊരു ഊടുവഴിയിലൂടെയാണ് അവർ ഇന്നലെ സ്കൂളിലേക്ക് പോയത്. പരീക്ഷ എഴുതാനായി പോയത്. ഈ 5 കുട്ടികളായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത്. 5 കുട്ടികളിൽ ഒരു കുട്ടി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. 4 കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇന്നലെ വൈകിട്ട് ഏകദേശം 4 മണിയോടുകൂടി കല്ലടിക്കോട് പനയമ്പാടത്ത് ഒരു വലിയ വളവാണ്. അവിടെ ഈ ഒരു സിമന്റ് ലോറി അപകടത്തിൽപ്പെട്ട് ഈ കുട്ടികളുടെ മേലേക്ക് മറിയുന്നത്. പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടിയെ പരിക്കേറ്റിട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചു. മറ്റു 4 കുട്ടികളുടെയും ജീവൻ സമയത്ത് തന്നെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. നാട്ടുകാർ അതിനുശേഷം വലിയ പ്രതിഷേധവുമായെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. സാധാരണ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ മുൻപ് തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പരാതികൾ നൽകിയിരുന്നു.
നിരവധി പരാതികൾ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ സമര പരിപാടികളടക്കം ആസൂത്രണം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഇന്നലെ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ പോലും പ്രതിഷേധിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നാട്ടുകാർ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ റോഡ് ഉപരോധിച്ചടക്കം ഇവിടെ പ്രതിഷേധം ഉണ്ടായത്. മുൻപും ഏകദേശം 1.5 മാസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു. ആ അപകടത്തിൽ 5 യുവാക്കളാണ് അന്ന് മരിച്ചത്. ഇതിന് സമീപത്ത് തന്നെയുള്ള സ്ഥലത്ത്, അതായത് ഈ ഒരു മേഖല തന്നെ ഇത്തരത്തിൽ ഒരു അപകട മേഖലയാണ്. പലതവണ അധികാരികൾക്ക് മുൻപിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടും അതൊന്നും തന്നെ കണക്കിലെടുക്കാതെ ഇപ്പോഴും ഒരു നിസ്സംഗത തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ ജനങ്ങളെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അവിടെയുള്ള എല്ലാവരും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഈ ഒരു റോഡിന്റെ അവസ്ഥ, റോഡ് പരിഷ്കരിച്ചിട്ടുണ്ട്, പക്ഷേ അപകട സാധ്യത കൂടുതൽ ഉള്ള രീതിയിലാണ് ഒരു പരിഷ്കാരം ഉണ്ടായിരിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിലാണ് ഒരു പരിഷ്കാരം ഉണ്ടായിരിക്കുന്നത്. കാരണം ഏത് സമയത്തും തെന്നി വീഴാവുന്ന തരത്തിൽ വളരെ മിനുസമേറിയ ഒരു റോഡ്, പ്രത്യേകിച്ച് വലിയ ഒരു വളവ് ആണ് ഇവിടെ ഉള്ളത്. ആ വളവ് നികത്താനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അതിൽ ചില രാഷ്ട്രീയ വിഷയങ്ങളടക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇന്നലെ ചില ആളുകൾ സംസാരിച്ചപ്പോൾ ചില ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഈ വളവ് നികത്തുന്നതിന് തൊട്ടടുത്ത് ചില കടകളെല്ലാം തന്നെ ഉണ്ട്. ആ കടകൾ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അവരുടെ കടകൾ നഷ്ടമാകാത്ത തരത്തിൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകളെല്ലാം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത്തരത്തിൽ വീണ്ടും ഒരു ഒരു പുനർനിർമ്മാണമടക്കം നടത്താൻ കഴിയാത്തത് എന്ന ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ഒരു അശാസ്ത്രീയമായ ഒരു പരിഷ്കാരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. റോഡ് നിർമ്മാണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ചെറിയ ഒരു മഴ പെയ്താൽ പോലും അപകടം സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു റോഡ് ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ നിരവധി ചെറുതും വലുതുമായ അപകടങ്ങളെല്ലാം തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അംഗവൈകല്യങ്ങൾ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അപകടങ്ങൾ മുൻപും ഇവിടെ നിരവധി ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ തകർന്നു പോകുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ഇന്നലെ. എന്തായാലും വലിയ ദാരുണമായൊരു അപകടം ഇന്നലെ സംഭവിച്ചു. 4 ചെറിയ കുട്ടികൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികൾ, അവർ പരീക്ഷ കഴിഞ്ഞ് രാവിലെ ചിരിച്ച് കളിച്ച് സ്കൂളിലേക്ക് പോയി പഠന വിഷയങ്ങളുടെ കാര്യമെല്ലാം തന്നെ ചർച്ച ചെയ്ത് പരീക്ഷയെക്കുറിച്ച് സംസാരിച്ചു, പാഠഭാഗങ്ങളെ കുറിച്ച് സംസാരിച്ച് അവർ സ്കൂളിലേക്ക് പോയി തിരിച്ച് പരീക്ഷയെക്കുറിച്ച് എല്ലാം തന്നെ അവർ ചർച്ച ചെയ്തുകൊണ്ട് മടങ്ങി വരുന്ന ഒരു സമയം. ആ സമയത്ത് അവർ അപ്രതീക്ഷിതമായി ഈ ലോറി അവരുടെ മേലേക്ക് മറിയുന്നു. അവർ തിരിഞ്ഞു നടക്കുകയായിരുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് വളവും കൂടി ആയിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ലോറി വരുന്നത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവരുടെ പുറകിലൂടെയാണ് ഈ ലോറി വന്ന് അവരുടെ മുകളിലേക്ക് മറിഞ്ഞു വീണത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോറി അപകടത്തിൽ പെട്ടതോ മറിയുന്നതോ ഒന്നും തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ദുരന്തമായി മാറുകയാണ് സംഭവിച്ചത്. കാരണം രക്ഷപ്പെടാനുള്ള ഒരു പഴുതും ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഒരു കുട്ടി ആ സമയത്ത് ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടി പരിക്കേറ്റ് ചികിത്സയിലാണ്. ആ കുട്ടി രക്ഷപ്പെട്ടു. മറ്റ് 4 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. 4 കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സമീപത്ത് തന്നെയാണ് എല്ലാ കുട്ടികളുടെയും വീടുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരുമിച്ച് എപ്പോഴും സ്കൂളിൽ പോകുന്നതുമെല്ലാം തന്നെ. ഇനി വീടുകളിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം 8:30യോടുകൂടി കരിമ്പനക്കൽ ഓഡിറ്റോറിയം ഉണ്ട്. ഈ വീടിന് സമീപത്ത് തന്നെയുള്ള പ്രധാന റോഡിന്റെ ഭാഗത്താണ് ഈ ഓഡിറ്റോറിയം നിൽക്കുന്നത്. ആ ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ഏകദേശം 10 മണിയോടെ അവിടേക്ക് പൊതുദർശനം വെക്കും. അവിടെ പൊതുദർശനം വെച്ചതിന് ശേഷം പിന്നീട് തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും. 12 മണിക്കുള്ളിൽ തന്നെ 12:10-നാണ് ബാങ്ക് വിളിക്കുക. ആ ബാങ്ക് വിളിക്ക് മുൻപ് തന്നെ ഖബറടക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ബന്ധുക്കളും മറ്റു മത പണ്ഡിതരുമെല്ലാം തന്നെ. അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും വലിയ ഒരു ദുഃഖ വാർത്ത തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നതും നൽകാൻ കഴിയുന്നതും.
2 മണിക്കൂർ നേരം 6:30 വീടുകളിലേക്ക് എത്തിച്ച മൃതദേഹം 2 മണിക്കൂർ നേരം വീടുകളിൽ പൊതുദർശനത്തിൽ തുടരും. ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും പരിസരവാസികൾക്കും ഇവിടേക്ക് എത്തി അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സൗകര്യമാണ് ഈ 2 മണിക്കൂർ നേരം കിട്ടുന്നത്. അതിനുശേഷം തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ ആയിരിക്കും പൊതുദർശനം. അവിടെയായിരിക്കും ഒരുപക്ഷെ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ മറ്റ് നാട്ടുകാരും ഒക്കെ എത്തുക. അതിനുശേഷമാണ് ഇവരുടെ ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. തുപ്പനാട് ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം. 4 പേരുടെയും മൃതദേഹം ഇന്ന് തന്നെ ഖബറടക്കം ചെയ്യും. അത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഖബറടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നതും അതിൽ മാറ്റം ഏതും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ നിമിഷവും മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇന്ന് രാവിലെ 5:30 4 പെൺകുട്ടികളുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് നൽകിയത്. അതിന് ശേഷമാണ് ഇവരുടെ വീടുകളിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയതും. ഇതിൽ നിദ ഫാത്തിമ വാടക വീട്ടിലാണ്. കാരണത്താൽ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലേക്കാണ് ഈ മൃതദേഹം എത്തിച്ചതും. അവിടെയാണ് പൊതുദർശനത്തിനായുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതും. അവിടെ ഇപ്പോഴും തുടരുകയാണ് പൊതുദർശനം. നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിഷയുടെ വീടുണ്ട്, നിദ ഫാത്തിമയുടെ വീടുണ്ട്, ഇർഫാൻ അഷറിൻ്റെ വീടുണ്ട്. മരണത്തിൽ പോലും ഒരുമിച്ച 4 പേർ, 4 മിടുക്കി കുരുന്നുകൾ. ഇവരുടെ വിയോഗ വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കേരളത്തെ ആകെ ഉലച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ഒന്നാകെ ഒരുമിച്ച് ദുഃഖത്തിൽ ആഴ്ത്തുന്നതും. കല്ലടിക്കോട് പനയമ്പാടത്ത് സിമൻ്റ് ലോറി ഇടിച്ചു കയറിയാണ് ഈ 4 സ്കൂൾ വിദ്യാർത്ഥിനികളും അകാലത്തിൽ പൊലിഞ്ഞത്. ഇവരുടെ മൃതദേഹമാണ് ഇപ്പോൾ 4 ഇടങ്ങളിലായി അടുത്തടുത്ത വീടുകളിലായി പൊതുദർശനത്തിനായി വച്ചിരിക്കുന്നതും അത് പുരോഗമിക്കുന്നതും. അതിന് ശേഷം 2 മണിക്കൂർ നേരത്തിന് ശേഷം 8:30 ഇത് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് കൊണ്ടെത്തിക്കും. അവിടെ 10 മണിവരെയാണ് നിലവിൽ പൊതുദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം ഖബറടക്ക ചടങ്ങുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. 10 മണിവരെ അവിടെ പൊതുദർശനത്തിന് വച്ചതിന് ശേഷമായിരിക്കും തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹമൊക്കെ ഖബറടക്കത്തിനായി എത്തിക്കുകയും. എന്തായാലും കുട്ടികൾ പഠിച്ച കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നതും. പാലക്കാട് കോഴിക്കോട് ദേശീയപാത കരിമ്പ പനയംപാടത്ത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിനികളായ 4 മിടുക്കികൾ. ഇവരുടെ മുകളിലേക്കാണ് ചരക്ക് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞതും. 5 വിദ്യാർത്ഥിനികൾ അവിടെ ഉണ്ടായിരുന്നു. 5 കുരുന്നുകൾ, 5 സുഹൃത്തുക്കൾ. ഇതിൽ ഒരു കുട്ടി ഈ ലോറി വരുന്നതും മറിയാൻ പോകുന്നതും തിരിച്ചറിഞ്ഞ് വേഗത്തിൽ മാറാൻ കഴിഞ്ഞു ഒരു കുട്ടിക്ക്. ആ കുട്ടി ദൂരേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. മറ്റ് 4 പേരുടെ മുകളിലേക്കും ഈ ലോറി മറിഞ്ഞു വീണ അപകടം സംഭവിച്ചു. അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ എവിടെയാണിപ്പോൾ? ഇർഫാൻ അഷറിന്റെ വസതിയിലാണ് ഉള്ളത്. ഇവിടെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാടൊന്നാകെ തേങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കുട്ടിയുടെ ആ ഭൗതിക ശരീരത്തിന് അടുത്ത് തന്നെ കുട്ടിയുടെ സഹോദരനും വിങ്ങിപ്പൊട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ ദുഃഖകരമായ ആ കാഴ്ചയും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇർഫാൻ അഷറിനെ സംബന്ധിച്ചിടത്തോളം 2 സഹോദരങ്ങളും ഒരു സഹോദരിയുമാണ് ഉള്ളത്. അതിലെ ഒരു ഇളയ സഹോദരനാണ് നിറകണ്ണുകളുമായി ആ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്. കുട്ടിയുടെ രക്ഷിതാവ്, മാതാപിതാക്കളൊക്കെ തേങ്ങുന്ന ബന്ധുക്കളും മാത്രമല്ല നാട്ടുകാരായ ഓരോ ആളുകൾ, കുട്ടിയുടെ സുഹൃത്തുക്കളായ മറ്റ് കുഞ്ഞുങ്ങൾ ഒക്കെ ഈ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും തേങ്ങുകയാണ്. എല്ലാവരും വളരെ ദുഃഖത്തോടെയാണ് ഈ വീടിലേക്ക് എത്തുന്നത്. ഒരു നാടൊന്നാകെ നിറകണ്ണുകളോടെ വേദനയോടുകൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു പ്രഭാതം ഇങ്ങനെ ആയിരിക്കുമെന്ന് ആരും നനച്ചു കാണില്ല.
അങ്ങനെ അത്രമാത്രം വേദനാജനകമായ ഒരു ദിവസം, അത്രമാത്രം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ. കഴിഞ്ഞ ദിവസവും ഒരുമിച്ച് കളിച്ച ഇന്നലെ നടന്ന ആ പരീക്ഷയ്ക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ആ പരീക്ഷ എഴുതാൻ വേണ്ടി ഇന്നലെ രാവിലെയും ഉറക്കമുണർന്ന് സ്കൂളിലേക്ക് പോയ കുരുന്നുകൾ. ആ കുരുന്നുകളാണ് ചേതനയേറ്റ ശരീരമായി ഇപ്പോൾ ഓരോ വീടുകളുടെ മുന്നിലും ഉള്ളത്. ഈ കുരുന്നുകളൊക്കെ സുഹൃത്തുക്കളാണ്. ചെറുപ്പം തന്നെ 1-ാം ക്ലാസ് മുതൽ തന്നെ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളാണ് 5 കുട്ടികൾ. അങ്ങനെ പഠിക്കുന്ന 5 കുട്ടികളാണ് 8-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഇവിടെ നിന്നും ഈ തുപ്പനാട് ചെറുള്ളിയിൽ നിന്നും കരിമ്പയിലെ സ്കൂളിലേക്ക് പോയത്. കരിമ്പ സ്കൂളിൽ 8-ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ നിന്നും കരിമ്പ സ്കൂളിലേക്ക് 3 കിലോമീറ്ററോളം ദൂരമാണുള്ളത്. ആ 3 കിലോമീറ്ററോളം ദൂരത്തേക്ക് സ്കൂളിലേക്ക് പോയി അവിടെ നിന്നും സ്കൂളിൽ നിന്നും മടങ്ങി ഈ പനയമ്പാടത്ത് ബസ് കയറുന്നതിന് വേണ്ടിയായിരുന്നു നിൽക്കുന്നത്. അതിന് ഇടയിലാണ് അപകടം ഒരു സിമൻറ്റ് ലോറിയുടെ രൂപത്തിൽ ഈ കുരുന്നുകളുടെ അടുത്തേക്ക് എത്തിയത്. എന്തായാലും ആ വളരെ വൈകാരികമായ മുഹൂർത്തമാണ്, വേദനാജനകമായ മുഹൂർത്തമാണ്. ഓരോ ആളുകളും അലറി നിലവിളിക്കുകയാണ്. ആ കുഞ്ഞിനെ ഓർത്ത് വിലപിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ തുപ്പനാട് കാണാൻ സാധിക്കുന്നത്. എല്ലാ വീടുകളും അടുത്തടുത്താണ്. ഒരു 30 മീറ്ററും 50 മീറ്ററും ഒക്കെ പരിധിയിലാണ് ഓരോ വീടുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വീടുകളിലേക്ക് ഓരോരുത്തരും, നാട്ടുകാരൊക്കെ ഓരോ വീടുകളിലേക്കും കടന്നു ചെന്ന് അവിടെയൊക്കെ ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ്. ഈ പുതുവർഷം നടക്കുന്ന കരിമ്പനയ്ക്കൽ ഹാളിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, എം പി രാജേഷ് എന്നിവർ 8 മണിയോടെ എത്തുമെന്നുള്ളൊരു അറിയിപ്പും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു 8:30 ഈ ഭൗതിക ശരീരങ്ങൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ നാട്ടുകാരും മറ്റും അറിയിച്ചിട്ടുള്ളത്. അതുവരെ പൊതുദർശനം ഇവിടെ തുടരും. 6:15 ഈ ഭൗതിക ശരീരങ്ങൾ തുപ്പനാട്ടേക്ക് എത്തിച്ചത്. ഇവിടെ ഈ 6:15 തുടങ്ങിയ പൊതുദർശനം 2 മണിക്കൂർ ഇവിടെ നടക്കും. ആ 2 മണിക്കൂറിന് ശേഷമായിരിക്കും 8:15 ഈ കരിമ്പനയ്ക്കൽ ഹാളിലേക്ക് കൊണ്ടുപോവുക. അവിടെ 4 കുട്ടികളുടെയും ഭൗതിക ശരീരം ഒരുമിച്ചായിരിക്കും പൊതുദർശനം. അങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ ഖബറടക്ക ചടങ്ങുകളും മറ്റും നടക്കുക. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 12:10 ബാങ്ക് വിളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഖബറടക്കം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മതപുരോഹിതർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപായിട്ട് ഈ ഖബറടക്കവും മറ്റുമൊക്കെ നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ വീട്ടുകളിലേക്കും ഒരുപാട് ആളുകൾ വിവിധ ഒക്കെ എത്തുന്ന കാഴ്ചയാണ്. ഈ കല്ലടിക്കോട് ഭാഗത്തു നിന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഓരോ വീടുകളിലേക്കും എത്തുകയാണ്. ഇന്ന് പുലർച്ചെ തന്നെ ആളുകൾ ഈ ഭൗതിക ശരീരങ്ങളൊക്കെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഈ വീടുകളിൽ എത്തിയിരുന്നു. അത്രയേറെ ആളുകൾ നേരത്തെ തന്നെ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. വളരെ കണ്ണീരോടുകൂടെയാണെങ്കിലും നാടൊന്നാകെ ഈ കുരുന്നുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. നാടൊന്നാകെ അവർക്ക് യാത്രാമൊഴി നൽകുകയാണ്.